സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഹരിനാമകീർത്തന പഠനം നമുക്ക് പുനരാരംഭിക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അക്ഷരമാലയിലെ യാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പദ്യം മുതലാണ്. അതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നു, ഈ കാലൻ്റെ വായിൽ അകപ്പെടാൻ പോകുന്ന എന്നെ ഭഗവാനെ, അതിനു മുമ്പ് അങ്ങ് ഈ ഭയത്തെ മാറ്റി എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ, എനിക്ക് കാലഭയമുണ്ടാക്കരുതേ. അതായത് ഭഗവാൻ എപ്പോഴും എന്നോടൊപ്പമുണ്ട്. എന്നിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തിന് നാശമില്ല. ഈ ശരീരം മാത്രമാണ് നശിക്കുന്നത്, എന്നിലെ ഈശ്വരതത്വം നശിക്കുന്നില്ല എന്ന ജ്ഞാനത്തിലേക്ക് എനിക്ക് ഉയരുവാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടിയായിരുന്നു മുൻപത്തെ ശ്ലോകങ്ങൾ അവസാനിപ്പിച്ചത്. നമുക്ക് 55-ാമത്തെ ശ്ലോകം മുതൽ കാണാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമ. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമ. അല്ലയോ ഭഗവാനെ, ഹരിയെ നാരായണ, നിൻ തിരുവടിക്കെൻ്റെ നമസ്കാരം. ഭഗവാനെ, ഞാൻ വീണ്ടും നമസ്കരിക്കുന്നു. എന്തിന്? യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, എൻ്റെ കണ്ണിനാൽ ഞാൻ എന്തൊക്കെ കാണുന്നുവോ അത് അങ്ങയുടെ രൂപമായിരിക്കണേ. യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, എന്തെല്ലാം കേൾക്കുന്നുവോ കേട്ടിട്ടുണ്ടുവോ അവയെല്ലാം അങ്ങയുടെ ശ്രുതികൾ, അങ്ങയുടെ ഗീതങ്ങളായിരിക്കണമേ. യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം അവിടേക്കുള്ള നമസ്കാരം, അവിടേക്കുള്ള പൂജ അർച്ചനയായിരിക്കണമേ. യാതൊന്നതൊക്കെ, ഈ വിശ്വത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അങ്ങ് തന്നെ ആയിരിക്കണമേ. അങ്ങേക്കുള്ള നമസ്കാരം, ഞാൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അങ്ങേക്കുള്ള നമസ്കാരമായി അത് മാറ്റണേ എന്ന് പറയുകയാണ്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. ഹരിനാമകീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തിനെക്കുറിച്ചും പരമാത്മ തത്വത്തിനെക്കുറിച്ചും ഈശ്വര ഐക്യത്തിനെക്കുറിച്ചും പലവിധ യോഗ അഭ്യാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ നാരായണമയം എന്ന ആനന്ദ അനുഭൂതി ഇവിടെ പാടിത്തരികയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. അതായത് എന്തൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങളാൽ നമ്മൾ കാണുന്നു,
അതെല്ലാം ഈശ്വരോന്മുഖമാക്കുക. ഇവിടെ നമ്മുടെ കണ്ണും ചെവിയും മാത്രമേ എടുത്തു പറയുന്നുള്ളൂ എങ്കിലും പഞ്ചേന്ദ്രിയങ്ങളല്ല ഈശ്വരനെ കാണുവാനും കേൾക്കുവാനും രുചിക്കുവാനും മടക്കുവാനുമുള്ള അവസ്ഥയിലേക്ക് എനിക്ക് ഉയരുവാൻ സാധിക്കണേ എന്ന് ആചാര്യൻ ആദ്യം പറയും. അതിനുശേഷം എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ഈശ്വര സേവയ്ക്കു മാത്രമുള്ള ഉപാധികളാക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ് അല്ലേ? ഈ അവസ്ഥയിൽ ഈശ്വരനിൽ നിന്നും ഭിന്നമായിരിക്കുന്ന വ്യക്തി നമ്മൾ പ്രപഞ്ചത്തെ വേറെയായി കാണുന്നു. പക്ഷേ ഈ പ്രാർത്ഥനയിലൂടെ പറയുകയാണ്, അങ്ങനെ ഉണ്ടാകാതെ എനിക്ക് എല്ലാറ്റിനെയും അങ്ങായി കാണുവാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ചെയ്യുന്നത് അല്ലേ? ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ സൗന്ദര്യലഹരിയിലും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. ജപോ ജൽപ്പശില്പം സകലമഭിമുദ്രാവിരാജന എന്ന് പറയുന്ന 27ാമത്തെ ശ്ലോകത്തിലും, അതായത് എന്ത് ഞാൻ ഉച്ചരിക്കുന്നതൊക്കെ നിൻ്റെ മന്ത്രജപമായി മാറണേ അല്ലേ? അതിന് എന്തൊക്കെ ഞാൻ ചെയ്യുന്നുവോ അതൊക്കെ സാഷ്ടാംഗ നമസ്കാരമായി മാറണേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എഴുത്തച്ഛനും പറയുകയാണ്, ഞാൻ എന്ത് കണ്ടാലും കേട്ടാലും അത് നിന്നെക്കുറിച്ചായിരിക്കണേ, എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പണമായിരിക്കണേ എന്ന്. അപ്പോൾ നാം യോഗസാധന തിരഞ്ഞെടുത്തോളൂ, അല്ലാതെ ജ്ഞാനസാധന തിരഞ്ഞെടുത്തോളൂ, ഭക്തി സാധന തിരഞ്ഞെടുത്തോളൂ, ഏതാണെങ്കിലും നമ്മൾക്ക് എന്താണ് എല്ലാറ്റിലും പരമാത്മാവിനെ കാണാൻ സാധിക്കണേ എന്ന് നമുക്കിവിടെ സങ്കല്പിക്കാം അല്ലേ? ആനന്ദ ചിന്മയനായ പരമാത്മാവിനെ കാണാൻ അല്ലയോ ഭഗവാനെ എനിക്കതിനുള്ള കാഴ്ചശക്തിയും കേൾവിയും നൽകി എൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളെ അനുഗ്രഹിക്കണേ അല്ലേ? എന്തൊക്കെ കർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കർമ്മേന്ദ്രിയങ്ങൾ വേണം. ആ കർമ്മേന്ദ്രിയങ്ങളൊക്കെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാവൽക്കാർ മാത്രം, അല്ലെങ്കിൽ ഒരു വാടകക്കാർ മാത്രമാണ് എന്ന ബോധ്യം അങ്ങില്ലെങ്കിൽ എൻ്റെ ജ്ഞാനേന്ദ്രിയവും പ്രവർത്തിക്കില്ല, ഒരു അവയവവും പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ അങ്ങാണ് ഇതിലെല്ലാം വ്യാപിച്ചിരിക്കുന്നത് എന്ന ബോധ്യം എനിക്ക് ഉണ്ടാക്കി തരണേ ഭഗവാനെ. ഞാൻ എന്തു ചെയ്താലും അങ്ങയ്ക്കുള്ള പൂജയായി അർച്ചനയായി മാറ്റിത്തരണമേ. ഞാൻ എന്ത് ചിന്തിച്ചാലും അല്ലെ, എവിടെ നമസ്കരിച്ചാലും എവിടെ കിടന്നുറങ്ങിയാലും എന്ത് കർമ്മം ചെയ്താലും അത് ഈശ്വരാർപ്പണമായി ചെയ്യുവാൻ എനിക്ക് സാധിക്കണേ. അങ്ങ് അതിനുള്ള മനസ്സെനിക്ക് തരണേ എന്നുള്ള പ്രാർത്ഥനയാണിത്. നമ്മൾക്കും എഴുത്തച്ഛനോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. യാതൊന്നു കാണ്ടതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. രാ എന്ന അക്ഷരം കൊണ്ടാണ് ഇവിടെ അദ്ദേഹം ശ്ലോകം ആരംഭിക്കുന്നത്. 56ാമത്തെ ശ്ലോകം. രവി കോടി തുല്യമൊരു ചക്രം കരത്തിൽ ഇഹ ഭണിരാജനെപ്പോഴും ഇരിപ്പാൻ കിടപ്പതിനു, അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവും അഹമേവ വിഷ്ണു ഹരിനാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. രവികോടി തുല്യമൊരു ചക്രം കരത്തിലിഹ ഭണിരാജനെപ്പോഴുമിരിപ്പാൻ കിടപ്പതിനു,
അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവും അഹമേവ വിഷ്ണുഹരി നാരായണായ നമഃ. രവികോടി തുല്യമൊരു ചക്രം കരത്തിലിഹ ഭണിരാജനെപ്പോഴുമിരിപ്പാൻ കിടപ്പതിനു അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവും അഹമേവ വിഷ്ണുഹരി നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ. അല്ലയോ നാരായണ, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം. രവി കോടി തുല്യം. കോടി സൂര്യന്മാർക്ക്, അല്ലേ, രവി സൂര്യൻ്റെ പര്യായമാണ്. ആ കോടി സൂര്യന്മാർക്ക് തുല്യമായിരിക്കുന്ന ഒരു ചക്രം, പ്രകാശിക്കുന്ന അങ്ങയുടെ ചക്രം, അല്ലേ, ഇവിടെ ചക്രം എന്നാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം. കരത്തിലിഹ, കയ്യിൽ, ഇവിടെ ഭണിരാജനെ ഇരിപ്പാൻ കിടപ്പത്. അതായത് ഭഗവാന്റെ ഒരു കയ്യിൽ ചക്രവും, ഭഗവാൻ എവിടെയാണ് പിന്നെ ശയനം ചെയ്യുന്നത്? നാഗരാജാവായ അനന്തനെ, അതിൻ്റെ ഇരിക്കുന്നതും കിടക്കുന്നതുമൊക്കെ അതിലാണ്. രവികോടി തുല്യമൊരു ചക്രം കരത്തിലിഹ ഭണിരാജനെപ്പോഴുമിരിപ്പാൻ കിടപ്പതിന്. ഭഗവാന്റെ ചക്രത്തിന് കോടി സൂര്യന്മാരുടെ പ്രഭയുണ്ട്. ആരാലും വർണ്ണിക്കാനാവാത്തത്ര ശോഭയോട് കൂടിയതാണ് ഭഗവാന്റെ ചക്രം എന്നാണ് പറയുന്നത്. അതുപോലെ ഭഗവാൻ ശയിക്കുന്നതിനെക്കുറിച്ചും ഇവിടെ പറയുന്നു. അതിനുശേഷം അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവും, അലങ്കാരമായി ഉള്ളതെല്ലാം വനമാല, കൗസ്തുഭം തുടങ്ങിയവയൊക്കെ അഹമേവ വിഷ്ണു, ഞാൻ തന്നെയാണ് വിഷ്ണു എന്ന്. കയ്യിൽ ഇവിടെ കോടി സൂര്യന്മാരുടെ തേജസ്സിനെക്കുറിച്ചും അതിൻ്റെ സുദർശന ചക്രത്തിനെ വർണ്ണിച്ചതിനു ശേഷം ഭഗവാൻ എപ്പോഴും ഇരിക്കുവാനും കിടക്കുവാനും സർപ്പരാജാവായ അനന്തൻ, അതിനെക്കുറിച്ച് ഭഗവാന്റെ ആ ഇരിപ്പിനെയും കിടപ്പിനെക്കുറിച്ചുമൊക്കെ വർണ്ണിച്ചതിന് ശേഷം വനമാല, കൗസ്തുഭം തുടങ്ങിയ അലങ്കാരങ്ങളോട് കൂടിയവൻ. ഭഗവാൻ എപ്പോഴും അലങ്കാരപ്രിയനാണ്. ആ അലങ്കാരത്തോട് കൂടിയിരിക്കുന്നവൻ വിഷ്ണു. ഈ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. അണിയുന്നിതൊക്കെ വനമാലാദി, അണിയുന്നിതൊക്കെ വനമാലാദി കൗസ്തുഭം അഹമേവ വിഷ്ണുഹരി. അല്ലയോ ഭഗവാനെ, ഈ രൂപത്തിനെ എൻ്റെ ഉള്ളിലാക്കി തരണേ. അല്ലയോ വിഷ്ണു ഹരേ നാരായണ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലേ, ഈ ഇന്ദ്രിയ വിഷയമായ ഈ പ്രപഞ്ചം മുഴുവൻ നാരായണമയമായി കണ്ട് അനുഭൂതിയിലാണ് തൊട്ടു മുമ്പത്തെ പദ്യം നമ്മൾ അവസാനിപ്പിച്ചത്. ഈ ദർശനം നമ്മുടെ ഉള്ളിൽ കാണുന്നതിനുള്ള അനുഭൂതി ഉണ്ടാക്കി തരികയാണ് ഈ പദ്യത്തിലെ വിഷയം. പരമാത്മാവ് നിർഗുണനും നിരാകാരനുമാണെങ്കിലുമൊക്കെ നമുക്ക് ആ രൂപമില്ലാത്തവനെ കാണുവാൻ പ്രയാസമാണ്, അല്ലേ? അതുകൊണ്ട് ഇവിടെ നമ്മളോട് പറയുകയാണ്, ഭഗവാന്റെ ഏതെല്ലാം രൂപങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുവോ ആ ശംഖചക്ര ഗദാപാരിയായി വനമാലയും കൗസ്തുഭവും ഒക്കെ നിറച്ച് പീതാംബരധാരിയായി ശോഭയോട് കൂടിയിരിക്കുന്ന ആ വിഷ്ണു രൂപത്തിനെ ധ്യാനിക്കൂ. അതും നമ്മൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ ഉയർത്തും എന്ന് ഇവിടെ പറയുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ അനുഭവത്തിനെ, ഈ നാരായണ രൂപത്തെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ചുവാൽ, അല്ലേ, നമ്മൾക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുമെന്ന്. ഭഗവാന്റെ കയ്യിൽ സുദർശന ചക്രം, അത് കോടിക്കണക്കിന് സൂര്യന്മാരൊന്നിച്ചു ചേർന്ന പോലെ വളരെ വളരെ തേജസ്സോടു കൂടിയതാണ്. എല്ലാം നാരായണമയമായി കാണുമ്പോൾ എന്താ, ഭഗവാന്റെ ആ ഇരിപ്പിനെയും കിടപ്പിനെയും ഒക്കെ ഇവിടെ വർണ്ണിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്, അല്ലേ? അനന്തനാകുന്ന മെത്തയിലാണ് ഭഗവാൻ ഇരിക്കുന്നതും കടക്കുന്നതുമൊക്കെ. ഭഗവാന്റെ അലങ്കാരങ്ങളായി വനമാലകളും കൗസ്തുഭരത്നങ്ങളും തുടങ്ങിയവയൊക്കെയുണ്ട്, അല്ലേ? ഇതെല്ലാം നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ പിന്നെ വേറൊരു സങ്കല്പവും ചിന്തകളും ഒന്നും നമ്മളെ അലൗസരപ്പെടുത്തില്ല. എപ്പോഴും നമ്മൾക്ക്
ഭഗവത് ചിന്തനം മാത്രമായിരിക്കും എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. എഴുത്തച്ഛൻ തൻ്റെ രാമായണത്തിലും ഭാഗവതം കിളിപ്പാട്ടിലുമൊക്കെ ഭഗവാൻ രാമനെയും ഭഗവാൻ കൃഷ്ണനെയും ഒക്കെ വളരെ മനോഹരമായി വർണ്ണിക്കുന്നതുണ്ട്. അതൊക്കെ നമ്മൾക്കിവിടെ ഓർക്കാവുന്നതാണ്. അപ്പം നമ്മളുടെ അകത്തും പുറത്തും ഭഗവാനെ തെളിഞ്ഞു കാണുവാൻ ഈ വർണ്ണന നമ്മൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഭഗവാനെ കണ്ട് അഹമേവ വിഷ്ണു എന്ന് അറിയുവാൻ, അല്ലേ, ഞാൻ തന്നെ, എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഞാൻ ഈ കാണുന്ന അലങ്കാര സ്വരൂപിയായ വിഷ്ണു, അല്ലേ, സർവവ്യാപിയായ പരമാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയാണ് അഹമേവ വിഷ്ണു എന്ന പ്രയോഗം ഇവിടെ. അല്ലേ, വിഷ്ണു എന്ന പദത്തിന് വ്യാപിക്കുന്നവൻ, അല്ലേ, വ്യാപനശീലമുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. അല്ലേ, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ആരോ അവരെയാണ് വിഷ്ണു എന്ന് വിളിക്കുന്നത്. അപ്പോൾ താൻ തന്നെ വിഷ്ണു എന്നിവിടെ എഴുത്തച്ഛൻ പാടുകയാണ്. അതായത് എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് വിഷ്ണു, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ വിഷ്ണു തന്നെയാണ് വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്ന്. ഭഗവാന്റെ 4 ബാഹുക്കളിലും, അല്ലേ, ശംഖ്, ചക്രം, ഗദ, കൗസ്തുഭം തുടങ്ങിയവ ഭഗവാൻ ധരിക്കുന്നു. അവയിൽ ചക്രമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അല്ലേ, രവികോടി തുല്യം എന്ന് വിശേഷിപ്പിക്കുകയാണ്. അതായത് ആർക്കും അളക്കാൻ സാധിക്കാത്തത്ര സൗന്ദര്യം, പ്രകാശ സ്വരൂപനാണ് ഭഗവാൻ എന്ന്. ഈ ബ്രഹ്മാണ്ട കോടികളിലെ പ്രകാശം ദീപ്തമാകുന്ന ആ സ്വരൂപം ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാൻ എന്തായി ഈ ചക്രത്തിൽ അതിനെ ഒതുക്കിയിട്ട് തൻ്റെ കൈവിരലിൽ ഒരു മോതിരം പോലെ അലങ്കാരമായി ഈ ചക്രം ധരിച്ചിരിക്കുകയാണ്. അല്ലേ, ഈ ചക്രത്തിൻ തിരിയുന്നതിനനുസരിച്ചാണ് ഇരുളും വെളിച്ചവും മാറി മാറി വരുന്നത്. അല്ലെ, കാലം കറങ്ങുന്നത് അതിലാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. രവികോടി തുല്യപ്രഭമായ ആ ചക്രത്തിൻ്റെ ഭ്രമണത്തിന് സാക്ഷിയായിരുന്നു കൊണ്ട് ആചാര്യൻ ഇവിടെ ഭഗവാൻ വിഷ്ണുവിനെ സാക്ഷാൽ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭഗവാന്റെ അടുത്ത വിശേഷണം കണ്ടു. ആധാരമായിരിക്കുന്ന ഭണിരാജൻ, സർപ്പരാജനായ അനന്തൻ എന്ന പദ്യം. ആ വാക്കിൽ അന്തമില്ലാത്ത ചൈതന്യമാണ് അനന്തൻ. അല്ലെ, അനന്തൻ, അന്തമില്ലാത്തവൻ, അല്ലേ, ഒരിക്കലും നശിക്കാത്തവൻ. അപ്പോൾ അനന്തൻ്റെ പുറത്താണ് ഭഗവാൻ ശയിക്കുന്നതെന്ന് വെച്ചാൽ എന്താ? ഭഗവാന് കിടക്കാനും ഇരിക്കാനും ആധാരമായി സർവപ്രപഞ്ചവും, അതിലാണ് ഭഗവാൻ അനന്തമായി ശയിക്കുന്നത് എന്നാണ് ഇവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. അല്ലേ, പിന്നെ അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവും. അല്ലേ, ഈ പരമാത്മാവ് അണിഞ്ഞിരിക്കുന്നത് വനമാല, കൗസ്തുഭം മുതലായ വിശേഷണങ്ങൾ ഇവിടെ പറയുന്നു. അതൊക്കെ എന്താണ്? നമ്മൾ ചിന്തിക്കുമ്പോൾ ഭഗവാനെ നമ്മൾക്ക് വീണ്ടും വീണ്ടും മനോഹരമായി ഓർക്കാം. നമ്മുടെ മനസ്സിൽ അതിനെ പതിച്ചു വെക്കുമ്പോൾ വേറെ ചിന്തകളൊന്നും വരികയില്ല. അതിനു വേണ്ടി വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് തരികയാണ് ചെയ്യുന്നത്. അല്ലേ, ഈ വിശേഷണത്തോടൊക്കെ കൂടിയ ഭഗവാനെ ഞാൻ ഇനി പുറത്തന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വരൂപൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അല്ലേ, ഈ ഏറ്റവും സുന്ദരനായിരിക്കുന്ന മൂർത്തി ഞാൻ തന്നെയാണ്, എന്നിൽ തന്നെയാണ്. അഹമേവ വിഷ്ണു. അല്ലേ, എന്നിൽ തന്നെ ഈ വിഷ്ണു ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് ആര് നനയ്ക്കുന്നുവോ അവർക്ക് ഭഗവാനിൽ ലയിക്കുവാൻ സാധിക്കും. അവർക്ക് ഒരു മോഹവും ഉണ്ടാവില്ല, അവർക്കൊരു ദുഃഖവും അവരെ ബാധിക്കില്ല, ഇനിയും ഒരു ജന്മം അവർക്കുണ്ടാവില്ല. അതിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഈ വർണ്ണനകളെല്ലാം എഴുത്തച്ഛൻ നടത്തുന്നത്. രവികോടി തുല്യമൊരു ചക്രം കരത്തിലിഹ ഭണിരാജനെപ്പൊഴുമിരിപ്പാൻ കിടപ്പതിനു അണിയുന്നിതൊക്കെ വനമാലാദി കൗസ്തുഭവും അഹമേവ വിഷ്ണു ഹരി നാരായണായ നമം.
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. എപ്പോഴും ആ അലങ്കാരപ്രിയനായ ഭഗവാനെ നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലത്തേക്കിന് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.